മനുഷ്യവാസ സ്ഥലങ്ങളിൽ നിന്ന് വേർപെട്ട് കാട്ടിൽ വന്യമൃഗങ്ങൾക്കൊപ്പം വളർന്ന ടാർസൻ്റെയും മൗഗ്ലിയുടെയും എല്ലാം കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരം സാഹിത്യങ്ങളും കഥകളുമൊക്കെ വായിക്കാൻ നല്ല രസകരമായി തോന്നുമെങ്കിലും അത് യാഥാർത്ഥ്യത്തിൽ നിന്ന് എത്രയോ അകലെയാണ് എന്ന തോന്നൽ നമ്മളിലൊക്കെ ഉണ്ടാകും. എന്നാൽ മൃഗങ്ങൾ മനുഷ്യക്കുട്ടികളെ വളർത്തിയ സംഭവങ്ങൾ പലതവണ പല സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരാളാണ് യുക്രൈൻ സ്വദേശിയായ ഒക്സാന മലയ. ഒക്സാന മലയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒക്സാനയെ നായകളാണ് വളർത്തിയത്. 1983 യുക്രൈനിലാണ് ഒക്സാന മലയ ജനിച്ചത്. ഒക്സാനയുടെ മാതാപിതാക്കൾ തീവ്ര മദ്യപാനികളായിരുന്നു. അവർ അവളെ വേണ്ട രീതിയിൽ നോക്കിയില്ല. അവളുടെ അമ്മ ഒരു ആൺകുട്ടിയെയാണ് ആഗ്രഹിച്ചത്. പക്ഷേ ജനിച്ചത് ഒരു പെൺകുട്ടിയായി പോയി. കേവലം 3 വയസ്സുള്ളപ്പോൾ ഒരു രാത്രി അവളുടെ മദ്യപാനിയായ മാതാപിതാക്കൾ അവളെ അവഗണിക്കുകയും വീടിന് പുറത്ത് നിർത്തുകയും ചെയ്തു. തണുപ്പും ചുറ്റുമുള്ള ഇരുട്ടും അവളെ വല്ലാതെ പേടിപ്പിച്ചു. ഒടുവിൽ ഒറ്റയ്ക്കായ ഒക്സാന കരഞ്ഞു തളർന്ന് വീട്ടിലെ നായക്കൂട്ടിൽ പോയി കിടന്നു. പിന്നീട് പതുക്കെ നായകൾ അവളുടെ കുടുംബമായി തീരുകയായിരുന്നു. ഒക്സാന എവിടെയാണെന്ന് ആരും അന്വേഷിച്ചില്ല. അവളുടെ മാതാപിതാക്കൾ പോലും അവളെ ശ്രദ്ധിച്ചില്ല. അവൾ നായകളുടെ കൂടെ താമസിച്ചു. നായകൾ കൊണ്ടുവന്നു കൊടുത്ത മാംസകഷ്ണങ്ങൾ അവളും കടിച്ചു പറിച്ചു. എങ്ങനെ സംസാരിക്കണമെന്ന് അവൾ മറന്നു. ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ തന്നെ മറന്നു. പകരം അവൾ താമസിയാതെ ഒരു നായയെപ്പോലെ പെരുമാറാൻ തുടങ്ങി. 5 വർഷങ്ങൾക്ക് ശേഷം അയൽക്കാരാണ് അവളെ കാണാനിടയായത്. അവർ ഉടൻ തന്നെ ആ വിവരം പോലീസിൽ അറിയിക്കുകയും ചെയ്തു. വളരെ പാടുപെട്ടാണ് നായകളുടെ കൂട്ടിൽ നിന്നും അവളെ പുറത്തേക്ക് കൊണ്ടുവന്നത്. എന്നാൽ നായക്കൂട്ടിൽ നിന്ന് കണ്ടെത്തിയപ്പോഴേക്കും ഒക്സാനയ്ക്ക് സംസാരശേഷി നഷ്ടമായിരുന്നു. വെള്ളം കൊടുത്താൽ നായകളെപ്പോലെ നക്കി കുടിക്കും. ഭക്ഷണത്തിനായി ചവറ്റുകുട്ടകളിൽ അലഞ്ഞു നടക്കും. കൈകൊണ്ടല്ല, നാവുകൊണ്ടാണ് അവൾ ഭക്ഷണം കഴിച്ചിരുന്നത്. തുടർന്ന് ഒക്സാനയെ ഒരു അനാഥാലയത്തിലേക്ക് മാറ്റി. അനാഥാലയത്തിൽ വെച്ച് അവളെ ഒരു മനുഷ്യനെ പോലെ സംസാരിക്കാനും പെരുമാറാനും പഠിപ്പിച്ചു. നിവർന്നു നടക്കാനും കൈകൊണ്ട് ഭക്ഷണം കഴിക്കാനും മനുഷ്യനെ പോലെ ആശയവിനിമയം നടത്താനും പരിശീലിപ്പിച്ചു. എങ്കിലും വലിയ രീതിയിലുള്ള ഒരു മാറ്റവും അവളിൽ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചില്ല. അവൾക്ക് നേരിയ പഠനവൈകല്യവും ഉണ്ടായി. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായി ജീവിക്കാനും കഴിയില്ല. 41 വയസ്സായ ഒക്സാന ഇപ്പോഴും കുരയ്ക്കുകയും മുരളുകയും തുടങ്ങി നായകളുടേതായ എല്ലാ സ്വഭാവങ്ങളും കാണിക്കുന്നുണ്ട്. മാനസിക വൈകല്യമുള്ളവർക്കുള്ള ഒരു ആതുരാലയത്തിലാണ് അവളെ താമസിപ്പിച്ചത്. ഒരിക്കൽ അവൾ പറയുകയുണ്ടായി, അമ്മയ്ക്ക് ധാരാളം കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടത്ര കിടക്കകളില്ലായിരുന്നു കിടക്കാൻ. അതിനാൽ ഞാൻ നായകൾക്കൊപ്പം താമസിക്കാൻ തുടങ്ങി. നായക്കൂട്ടിലെ പരിമിതികൾക്കുള്ളിൽ 5 വർഷം അവൾ താമസിച്ചു. നായകൾക്കും അയൽവാസികൾക്കും തന്നോട് വളരെയധികം സ്നേഹമായിരുന്നു എന്നും ഒക്സാന പറഞ്ഞു. പിന്നീട് 2000 ഒക്സാനയെ അവളുടെ മാതാപിതാക്കൾ ഏറ്റെടുക്കുകയും ചെയ്തു. ഏകദേശം 5 വയസ്സിനുള്ളിൽ ഭാഷ ലഭിച്ചില്ലെങ്കിൽ എത്ര പ്രായമായാലും പിന്നീട് അത് ലഭിക്കില്ലെന്ന് ചൈൽഡ് സൈക്കോളജിസ്റ്റ് ഒക്സാനയെക്കുറിച്ച് പറയുകയുണ്ടായി.